ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയിട്ട് ഏകദേശം ഒരു 10-15 ദിവസമായിട്ടുണ്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. എനിക്കറിയാം ഭയങ്കര ലേറ്റായി പോയിന്ന്. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഭയങ്കര പണികൾ വന്നു. പിന്നെ എനിക്ക് വയ്യാണ്ടായി. അപ്പം അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ കാരണമാണ് ഇത്രയും ദിവസം ഒരു ബ്രേക്ക് ആയിട്ട് വന്നത്. ഇപ്പം പിന്നെ ഇടുമ്പോൾ ഒരു ലോങ് വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ച്. ഏതായാലും ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ മുന്നേ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ ബാലൻസ് വരുന്ന കുറച്ച് ക്ലേ അവിടെ ഉണ്ടായിരുന്നു. ആ ക്ലേ വെച്ചിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു പെൻഡന്റ് ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ആ ഒരു പെൻഡന്റിന് ചെയ്യാന്ന് വിചാരിച്ചു. അതാവുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, കാണാനും കുറച്ച് ക്യൂട്ടാണല്ലോ. ഞാനൊരു 2-3 ടൈപ്പ് പെൻഡന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റത്തെ ഷേപ്പ് വന്നിട്ട് മറ്റേ സീഷെല്ലുണ്ടല്ലോ, നമ്മളൊരു മുത്തൊക്കെ വെച്ചിട്ട്, അപ്പോൾ ആ ഒരു ടൈപ്പാണ് ഫസ്റ്റത്തത്. സീഷെല്ലിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. ഞാൻ കണ്ടപ്പോൾ ഭയങ്കര ഈസി ആവും ചെയ്യാനെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു ഷേപ്പിലോട്ട് എത്താൻ പറ്റിയത്. ബാക്കിയുള്ള ഡിസൈൻസ് ഞാൻ ചെയ്ത് വെച്ചതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സീഷെല്ല് ഭയങ്കര ഈസി ആയിക്കാരം എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതാ ഞാൻ ഫസ്റ്റ് തന്നെ സീഷെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് ചെയ്തു വന്നപ്പോൾ ഇതെങ്ങനെയായാലും ഓക്കെ ആവുന്നില്ല. അത്ര ഈസി അല്ല ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക, ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടുക എന്ന് പറയുന്നത്. കുറച്ച് നേരം ഞാൻ അതിന്മേൽ മെനക്കെട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അറിയില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കൂല. അപ്പം ആ ഒരു വാശിയിൽ തന്നെ അത് എങ്ങനെ ചെയ്തിട്ടാണേലും വേണ്ടില്ല, ആ ഒരു ഷേപ്പ് എടുത്തിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഒരുവിധം ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട് അവസാനമായപ്പോഴേക്കും. ഫസ്റ്റ് ഞാൻ ചെയ്തത്, അതായത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മളൊരു ചെയിനിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര കുറച്ച് വലുതായിപ്പോയി. ഇതിൻ്റെ കുറച്ചും കൂടെ ചെറിയ വേർഷനാണ് നമുക്ക് പെൻഡൻ്റ് ആയിട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ചെയ്ത ഈ ഒരു ഡിസൈൻ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഒരു മിനി വേർഷനായിട്ട് കണ്ടോ, ഒരു മിനി വേർഷനായിട്ട് ഞാൻ രണ്ടാമത് പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടാമതല്ല, ഇതിൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെയൊക്കെ വേർഷനാണിത്. അങ്ങനെ ഒരുവിധം ആ ഒരു പെൻഡന്റ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സീഷൽ ടൈപ്പ് പെൻഡന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്ലേൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കിത് ഒരുപാട് ടൈമൊന്നും ഉണങ്ങാൻ വേണ്ട. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്തത്. രാത്രി ചെയ്തൊരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് ആ ഒരു ക്ലേ ശരിയായി വന്നിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സംഭവം കൂടിയല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് ഉണങ്ങിയത്. ആ ഒരു പെൻഡന്റ് ഉണ്ടാക്കിയത് നമ്മൾ അങ്ങോട്ട് സൈഡിലേക്ക് ഇട്ട് വെക്കുക. ഇനി രണ്ടാമത്തെ പെൻഡന്റ് ഞാൻ മൂണാണ് ഉണ്ടാക്കുന്നത്. സംഭവം ഈസി ആണല്ലോ, കാരണം സീഷെല്ല് ചെയ്തപ്പോഴേ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇതത്ര ഈസി അല്ല, നല്ല ടൈം പോണ പരിപാടിയാണെന്ന്. അപ്പം അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല, മൂൺ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം സമയം ഒട്ടും ഇല്ലേ. അങ്ങനെ മൂൺ ചെയ്തെടുക്കാൻ എനിക്ക് വലിയ മെനക്കേടൊന്നും ഉണ്ടായില്ല. ഫസ്റ്റത്തെ അറ്റംപ്റ്റ് തന്നെ മൂണൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഷേപ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. മുന്നേ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോ പെൻഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുള്ളൊരു മൈൻഡൊക്കെ എനിക്ക് വന്നത്. പിന്നെ ഇതിൽ ഞാൻ പറയാൻ മിസ്സായി പോയ കാര്യം എന്താ വെച്ചാൽ, നമ്മൾക്ക് ഈ പെൻഡൻറ്റ് കോർത്തിടാനായിട്ട് ഒരു ഹോള് വേണമല്ലോ. അത് ഞാൻ ആ ഒരു സീഷെല്ലിലും ചെയ്തിട്ടുണ്ട്. ഞാനതൊരു വീഡിയോയിൽ കാണിച്ചോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഈ ഇതിൽ കാണിക്കുന്നുണ്ടല്ലേ മുകളിൽ നമ്മൾ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അതൊന്നും അവിടെ ഒരു ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് ഹോൾ ഇടുക എന്ന് പറയുന്നത് നടക്കില്ല. അങ്ങനെ ഹോൾ ഇടാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് സാധനം പൊട്ടിപ്പോവും. രണ്ടാമത്തത് സെറ്റാക്കിയിട്ടുണ്ട്. മൂന്നാമത്തത് ഞാൻ നമ്മുടെ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്താലും ചെയ്യുന്ന ഒരു മോഡലാണ് അവഗാഡോ എന്നുള്ളത്. അപ്പോൾ അവഗാഡോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവഗാഡോ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ചെയ്തു വന്നപ്പോൾ അവഗാഡോ ആണ് എനിക്ക് കാണാനും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ചെയ്യാനും വലിയ ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അതിൽ. ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ടൈപ്പ്, ഞാൻ ഇനി ലോങ് വീഡിയോസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലോങ് വീഡിയോസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇനി വരുന്ന നെക്സ്റ്റ് വീഡിയോ എന്ത് വീഡിയോ ആവാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കത് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഫേസ് റിവീൽ ചെയ്തിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ വേറൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ടാവും. എനിക്കങ്ങനെ മുന്നിൽ വന്ന് പറയാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഫേസ് ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ സംഭവം അങ്ങനെ വെച്ച് ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ കൊണ്ടത് നടക്കില്ല. എനിക്കിത് ഇങ്ങോട്ട് പ്രോപ്പറായിട്ട് ഇങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഒരു ചെറിയൊരു മടി പോലെ സംഭവമുണ്ട്. സാധാരണ എനിക്ക് ഇമ്മാതിരി മടിയൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ എന്നാലും ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സംഭവമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ സെറ്റാക്കി എടുക്കാം. ഇത്തവണത്തേക്ക് നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക. അങ്ങനെ അവഗാഡോ സെറ്റായി. ഇത് ലെന ചെയ്ത ഒരു സൺഫ്ലവർ ആണ് കേട്ടോ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓളവിടെ സൈഡിൽ ഇരുന്നിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ചെയ്തതൊക്കെ പിറ്റേന്നല്ല, ഞാനത് കഴിഞ്ഞ് 2, 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ പേളിൻ്റെ ആ സംഭവം എടുത്തിട്ട് സോറി, പേളല്ല, സീഷെല്ല് തന്നെയല്ലേ അതിന് പറയാ. അതെടുത്തിട്ട് ഞാൻ അതിനൊരു സിൽവറും ഒരു ഗ്ലിറ്ററും മിക്സ് ചെയ്ത ടൈപ്പിലുള്ള ഒരു കളറുണ്ട്, പെയിൻ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിലും ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ മുന്നേ ഇതേപോലെ ഒരു വർക്ക് ചെയ്തപ്പോൾ അതിൽ ഹോൾ ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എല്ലാത്തിലും മറക്കാതെ തന്നെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പെയിൻ്റാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു സിൽവർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്ലിറ്ററും കൂടെ വരുന്ന ഒരു ഷൈനിങ് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു പെയിൻ്റ് അടിച്ചു കൊടുത്തു. പിന്നെ ബേസ് കോട്ട് വൈറ്റ്, ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ടല്ലോ അതിന്, അതാ ഞാൻ പിന്നെ വൈറ്റ് ആയിട്ട് അതിന് ബേസ് അടിച്ചു കൊടുക്കാതിരുന്നത്. മൂണിനും സൺഫ്ലവറിനും ഞാൻ ഈ യെല്ലോ പെയിൻ്റ് അടിക്കാനാണ് വിചാരിച്ചത്. പക്ഷേ ഈ വീട്ടിൽ ഞാൻ എത്ര തിരഞ്ഞിട്ടും യെല്ലോ എന്ന് പറയുന്ന ആ ഒരു പെയിൻറ് കാണാനില്ല. ആ ഒരു ആക്രിലിക്കിൻ്റെ ബോക്സിൽ ഞാൻ യെല്ലോ പെയിൻറ് ഇട്ട് വെക്കുന്നതാണ്. പക്ഷെ അതിൽ നോക്കിയിട്ട് അത് കാണാനില്ല. ഞാൻ ഈ വീട് ഫുള്ള് തിരഞ്ഞു നോക്കിയിട്ടുണ്ട്. അത് മിസ്സായി പോവാൻ ഇനിയിപ്പോൾ എവിടെയാണ് ഞാൻ വെച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും കണ്ടിട്ട് അത് എവിടുന്നെങ്കിലും മാറ്റി വെച്ചതേക്കാരം. ഇനിയിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കാൻ നിന്നാൽ ചീത്തട്ടും. എനിക്ക് ഇങ്ങനെ അവിടെ ഇവിടെയും കൊണ്ട് ഇടലല്ലേ പണി ചോദിച്ചതുകൊണ്ട്. അപ്പം ഞാൻ കിട്ടിയ ഒരു ഗോൾഡൻ കളറാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ഞാൻ മൂണിനും പിന്നെ ആ ഒരു സൺഫ്ലവറിൻ്റെ ഇതളിന് ഞാൻ ആ ഒരു ഗോൾഡൻ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അവഗേഡോക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഒരു ഡാർക്ക് ഗ്രീൻ അടിച്ചു കൊടുത്തു. പിന്നെ ലൈറ്റ് അടിക്കാൻ വിചാരിച്ചു. പക്ഷെ കൊടുത്തു വന്നപ്പോൾ രണ്ടും ഒരേപോലെയുള്ള കളറായി. അപ്പം ഞാൻ എന്തൊക്കെയൊക്കെ കാട്ടിക്കാണ്ട് അതണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു സീഡ് ഉണ്ടല്ലോ, അതിന് ഞാൻ ബ്രൗൺ കളറും കൂടെ അടിച്ചു കൊടുത്ത്. എനിക്ക് ഈ ഒരു വർക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ ഇതെന്നെ വല്ലാണ്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയല്ലോ. മറ്റേത് ഈ ക്ലേ വെച്ചിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറയുമ്പോൾ അത് ഉണങ്ങി കിട്ടാനുള്ള ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ട് വരുന്നത്. അത്രയും നേരമൊക്കെ ക്ഷമിച്ചിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൺഫ്ലവറിന് ഞാൻ പറഞ്ഞ പോലെ യെല്ലോ കാണാനില്ല. അത് എവിടെ പോയി കിടക്കണോ എന്തോ. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് എല്ലാം കളറിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് എടുത്ത് വെക്കാൻ നേരത്ത് ചിലപ്പോൾ എല്ലാം എനിക്ക് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. എപ്പോഴും അങ്ങനെ തന്നെയാവും വരിക. പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഈ സീഷെല്ലിൻ്റെ നടുവിൽ ഒരു പേൾ ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുത്ത് ഞാൻ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും അതെന്തെങ്കിലും ഗമ്മൊക്കെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ വെച്ചിട്ട് അത് ഒട്ടുന്നില്ല. ഒരു ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണ്ടി വരും അത് ഒട്ടിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ സംഭവങ്ങളൊക്കെ ചെയ്തു വന്നു. കറണ്ട് പോവുക വരിക, ഇതാണ് ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയിനിലൊക്കെ ഇട്ട് വന്നപ്പോൾ സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒന്നാമത് ആ ഒരു ചെറിയ സംഭവം ആയതുകൊണ്ടേ കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ കാണാൻ താല്പര്യം എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ നമുക്കത് വെച്ചിട്ടും ചെയ്യാമല്ലോ. പിന്നെ ഇന്ന് ചെയ്തതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നും കൂടെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.